മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യന് തോന്നും അവന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ എന്ന്. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ. എല്ലാ കഴിവും അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ അല്ലാഹ്. പൂർണ്ണമായ നിയന്ത്രണം, ശക്തി, കഴിവ് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ആ നിലയിൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ വിനയാന്യതരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂറത്തുൽ ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. അള്ളാന്റെ റഹ്മത്തിന് യഥാർത്ഥത്തിൽ അർഹരാകുന്ന അടിമകൾക്കുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാൻ الذين يمشون على الأرض خونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതി അതിന്റെ അർത്ഥവും ആശയവുമാണ് പറയുന്നത്. ഒരായത്തൊന്ന് കേട്ട് കഴിഞ്ഞാൽ, അതൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കാൾ അത് ഖൈറായി ഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഗുണം, ആ സന്തോഷം, ആ പ്രതിഫലം ഈ ഒരു മജ്ലിസ് കൊണ്ട് നമുക്ക് കിട്ടണം. അല്ലാഹു തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തരട്ടെ. ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് വഇബാദുർ റഹ്മാൻ. റഹ്മാന്റെ ഇബാദ്. വഇബാദുല്ലാഹ് എന്ന് പറഞ്ഞാ പോരെ, പിന്നെന്തിനാ വഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞത്? വഇബാദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമകൾ എന്നല്ലേ അർത്ഥം? അള്ളാന്റെ അടിമകൾ എന്ന് പറയേണ്ടിടത്ത് വഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാണെന്നറിയോ? ആ റഹ്മത്തിന് അർഹരാകുന്ന അടിമകൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാന്റെ പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ. റഹ്മാനോ അല്ലമൽ ഖുർആൻ. അല്ലാഹു വലിയ റഹ്മാനാണ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ റഹ്മത്ത് ഏതാണ്? അല്ലമൽ ഖുർആൻ. അവൻ അല്ലാഹുവേ അവന്റെ വിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചു എന്നതാണ്. അത് വലിയൊരു റഹ്മത്തല്ലേ? അള്ളാന്റെ റഹ്മത്തിൽ അള്ളാഹു അള്ളാനെ റഹ്മാനാണെന്ന് പറഞ്ഞിട്ട് ആ റഹ്മത്ത് പരിചയപ്പെടുത്തുന്നിടത്ത് ഒന്നാമതായി പറഞ്ഞത് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചില്ലേ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആ ഖുർആൻ പഠിക്കാനായി ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. എല്ലാരും പറഞ്ഞേക്ക് അൽഹംദുലില്ലാ. അള്ളാഹു ആ റഹ്മത്ത് നേടാൻ ഈ ഒരു മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയെങ്കിലും, എന്തൊക്കെ അപരാധങ്ങൾ വന്നു പോയെങ്കിലും, അള്ളാന്റെ നിഅമത്തിന് നന്ദികേട് കാണിച്ചെങ്കിലും, അള്ളാഹുവേ നിന്റെ കലാമിന്റെ പേരിൽ ഈ പ്രതിസന്ധി, ഈ ഒരു പ്രതിസന്ധി കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥ എന്നൊക്കെ പറയാ. കാരണം നിപ്പയുടെ വർത്താനൊക്കെ കേട്ടിട്ട് പലർക്കും ഇപ്പൊ പുറത്തിറങ്ങാൻ പേടിയാണ്, ബേജാറ് തുടങ്ങി.
എല്ലാവർക്കും ജീവനാണല്ലോ പ്രശ്നം. ഇനിയിപ്പം എന്നാ പിന്നെ മരണം തന്നെ എന്നുള്ള ആ ഒരു ചിന്താഗതി പുറത്തിറങ്ങണ്ട. അങ്ങനെ അതോടൊപ്പം നല്ല മഴക്കുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാം കൂടിയാകുമ്പോ സാഹചര്യം എങ്ങനെങ്കിലും ഒക്കെ ഇതിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള സാഹചര്യമാണ്. എന്നാൽ പോലും റബ്ബിന്റെ കലാമിന്റെ പ്രാധാന്യം നൽകി അള്ളാന്റെ കലാമിന്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയല്ലോ. അൽഹംദുലില്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ റഹ്മത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇവിടെ റഹ്മത്തിന് അർഹരാകുന്ന അടിമകളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഓരോന്നും പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചോനെ റബ്ബേ, എന്നിൽ ആ ഗുണമുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളമാണുള്ളത്, ഇതായിരിക്കണം നമ്മളെ ചിന്ത. പരമാവധി ആ റഹ്മത്ത് പൂർണ്ണമായും ആ ഒരു ഗുണങ്ങൾ പൂർണ്ണമായും ഉള്ളവരിൽ, അള്ളാന്റെ റഹ്മത്തിന് അർഹരാവുന്ന ഇബാദിനുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളവരിൽ പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇബാദുർ റഹ്മാൻ, അങ്ങനെ അള്ളാന്റെ റഹ്മത്തിന് അർഹരാകുന്ന അടിമകൾ അവരെ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വിനയാനിതരായി നടക്കുന്നവരാണ്. അഹങ്കാരമൊട്ടുമില്ലാതെ, ഈഗോയുടെ സ്വഭാവമില്ലാതെ വിനയാനിതരായി നടക്കുന്നവരാണ്. സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ അഹങ്കരിക്കാപ്പ് എന്താ നമുക്കുള്ളത്? എന്താ ഉള്ളത്? നമ്മളെ സൗന്ദര്യോ, നമ്മളെ ഷെയ്പ്പോ, നമ്മളെ ചുറുക്കോ? ഇതൊന്നും നമ്മളുടെ ചോയ്സ് അനുസരിച്ചുണ്ടായതാണോ? ഇപ്പൊ നമ്മുടെയൊക്കെ മുഖഷെയ്പ്പ് ഇങ്ങനായി. നിങ്ങൾ പറ, ഇതിൽ ആരുടെയെങ്കിലും മുഖഷെയ്പ്പ് നമ്മളെ ചോയ്സിനനുസരിച്ച്, നമ്മളെ തീരുമാനത്തിനനുസരിച്ച്, നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് ആയി കിട്ടിയതാണോ? എന്തെങ്കിലും ഉണ്ടാത്താണോ? അല്ലല്ലോ. നമ്മൾ ഇത്ര പൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ നമ്മളെ തീരുമാനാണോ? അല്ലല്ലോ. നമ്മളെ തടി ഇത്ര പാടുള്ളൂ നമ്മളെ തീരുമാനാണോ? അല്ലല്ലോ. എന്റെ കൈകാലുകൾ ഇങ്ങനെയാവണം, എന്റെ മൂക്കിന്റെ നീളമിത്രയാവണം, എന്റെ മുഖം ഇന്നാലിന്ന രൂപത്തിലാവണം, ഞാൻ ഇന്നാലിന്ന മാതാപിതാക്കൾക്ക് ജനിക്കണം, ഇന്നാലിന്ന പ്രദേശത്ത് ജനിക്കണം, ഞാൻ ആണാവണം, ഞാൻ പെണ്ണാവണം. ഇതൊന്നും സഹോദരാ സഹോദരി നമ്മളിൽ ഒരാളുടെയും തീരുമാനമനുസരിച്ചല്ല. അല്ല. പിന്നെ ഞാൻ വലിയ പണക്കാരനായില്ലേ? പണക്കാരനായത് എന്റെ മിടുക്കൊണ്ടും എന്റെ യുക്തി കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും എന്റെ അധ്വാനം കൊണ്ടുമാണെന്ന് ചിന്തിക്കേണ്ട. കാരണം ഇതിനേക്കാൾ മിടുക്കും കഴിവും അധ്വാനവുമുള്ള പലരും 10 പൈസക്ക് ഗതിയില്ലാതെ നടക്കുന്ന എത്ര ആളുകളുണ്ട്. പച്ച പൊട്ടന്മാര് കോടീശ്വരന്മാരായത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു ബുദ്ധിയുമില്ല, ഒരു വിവേകവുമില്ല, കാര്യമായ ആസൂത്രണങ്ങളൊന്നുമില്ല. ചില സംഗതികൾ കണ്ട് തുടങ്ങി, അതിലാരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് വലിയ ബർക്കത്തും കാര്യങ്ങളും ഉണ്ടായി, ഇഷ്ടം പോലെ കടകളായി, ഇഷ്ടം പോലെ സമ്പത്തും സൗകര്യങ്ങളുമായി. അള്ളാഹു കൊടുക്കാൻ വിചാരിച്ചാൽ ഫലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത. എല്ലാം അള്ളാഹുവിന്റെ വിധി എന്നല്ലാതെ എന്തു പറയാൻ? അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, നമുക്ക് ലഭ്യമായ ഒരു നിഅമത്തിന്റെ പേരിലും ഒരു അഹങ്കാരം നമ്മളെ ഖൽബിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുക. ഇവിടെ വിനയാന്വിതരായി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗികളെ പോലെ ബലഹീനരായി അങ്ങനെ നടക്കുക എന്നാണോ? അതാണോ? അതൊന്നുമില്ല. വിനയാന്വിതരായി നടക്കുക എന്ന് പറഞ്ഞാൽ സക്കീനത്തോടുകൂടെ വഖാറോടുകൂടെ നടക്കാം. പക്ഷെ ഉള്ളിൽ ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണെന്നും ഞാൻ വലിയ മിടുക്കനാണെന്നും ഞാൻ തരക്കേടില്ലാന്നും ആ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തറ വലിയ കോടീശ്വരനാണെങ്കിലും അള്ളാഹ്ക്ക് നശിപ്പിക്കാൻ സെക്കൻഡുകൾ പോരെ. വലിയ മുലാളിയായിരുന്നു കാറൂം മുലാളി, കേട്ടിട്ടില്ലേ? കാറൂം മുലാളി ആരായിരുന്നു? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ
فبغى عليهم وآتيناهم من الكنوز ما إن مفاتحه لتنوء بالعصبة. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹാറൂൻ വലിയ മുതലാളിയായിരുന്നു, മൂസാ നബിയുമായി കുടുംബ ബന്ധമുള്ള ആളായിരുന്നു. വആതൈനാഹു മിനൽ കുനൂസ്, അദ്ദേഹത്തിന് നാം നൽകിയ നിധികൾ സമ്പത്ത് എത്രയെന്നറിയോ? വലിയ വലിയ 60ഓളം ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഖസസിലൂടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവന്റെ ഖജനാവ് വഹിക്കാനല്ല, പിന്നെ അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഇന്നത്തെ താക്കോലിനേക്കാൾ കുറച്ചും കൂടിയൊക്കെ വലുപ്പമുള്ള താക്കോലാവുന്നു കൂട്ടിക്കോളൂ. എന്നാൽ പോലും മഹാനായ ഇബ്നു കസീർ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നത് വലിയ സംഘങ്ങൾക്ക് വഹിക്കാൻ മാത്രം അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടെന്നല്ലേ? ആ വലിയ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 ഒട്ടകങ്ങളാണ്. അപ്പ ഒരു മുതലാളിയുടെ സമ്പത്ത് എത്രയായിരിക്കും? പക്ഷെ അവസാനം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവന്റെ ആ ഏരിയ മൊത്തം അള്ളാഹു ഭൂമിയിലേക്ക് അങ്ങ് അതിലെ. ഇന്നും നമ്മൾ ഈജിപ്തിൽ പോയാൽ കാറൂൻ ലേക്ക്, കാറൂന്റെ ആ തടാകം നമുക്ക് കാണാൻ കഴിയും. വലിയൊരു ഏരിയ അറിയപ്പെടുന്നത് ആ ഏരിയയിലായിരുന്നു അവന്റെ കൊട്ടാരവും അവന്റെ എല്ലാ ആധിപത്യവും അള്ളാഹു ഭൂമിയിലേക്ക് കണ്ട് താഴ്ത്തി കളഞ്ഞില്ലേ? അപ്പൊ മനുഷ്യന് വേണ്ടത് എന്താണെന്നറിയോ? വിനയാണ്. മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വലഅഹുല്ലാഹ്. അഹങ്കാരിക്ക് പതനമേ ഉണ്ടാകോ, വിനയാന്വിതർക്കാണ് ഉയർച്ച എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇബാദുർ റഹ്മാൻ الذين يمشون على الأرض هونا. അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പിന്നെ സ്വാഭാവികമായും പല ആളുകൾ താമസിക്കുന്ന ഈ ഏരിയയിൽ, ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടെ പല നിലക്കുള്ള ആളുകൾ ഉണ്ടാവും. പല തർക്കക്കാരുണ്ടാവും, പല അഹങ്കാരികളുണ്ടാകും, ജാഹിലിയങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ തർക്കത്തിനോ മറ്റോ ഇവരെ സമീപിക്കുമ്പോൾ ഖാലൂ സലാമ, അവര് വേഗം ചെയ്യും, സലാം പറയും. അങ്ങനെ തർക്കത്തിൽ നമ്മളില്ല എന്ന് പറഞ്ഞ തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കും. തർക്കങ്ങളാണ് മനുഷ്യനെ വലിയ നാശത്തിലേക്ക് എത്തിക്കുന്നത്, വാശിയിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു എല്ലാ തർക്കങ്ങളെ തൊട്ടും നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഇബാദുർ റഹ്മാന്റെ അടുത്ത ഗുണം പറയുകയാണ്. വല്ലദീന, അവരാരായിരിക്കുമെന്നറിയോ? ഒരു കൂട്ടരാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രിയെ അവര് ചെലവഴിക്കുന്നത്, ആ രാത്രിയുടെ ഒരു ഭാഗം സുജൂദിലും നിസ്കാരത്തിലുമൊക്കെയായിട്ടാണ്. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരട്ടെ. എല്ലാരും ആമീൻ പറയാ. വലിയ ഗുണാണ്. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരട്ടെ. ഈ പറഞ്ഞതിന്റെ താല്പര്യം, അവര് തഹജ്ജുദ് നിസ്കരിക്കും, രാത്രിയിൽ എഴുന്നേൽക്കും, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഈ സ്വഭാവമുള്ളവരാണ് ആ കൂട്ടർ. അതാണ് വല്ലദീന, ഒരു വിഭാഗവും യബീതൂന, അവര് രാപ്പാർക്കും ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ഇലാഹായ റബ്ബിന്റെ മുന്നിൽ സുജൂദും റുകൂഉം നൃത്തവുമായി നിസ്കാരത്തിലായി ചെലവഴിക്കുന്നവരാണ്. പടച്ചോനെ, ഈ തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് വലിയൊരു ഗുണല്ലേ? കുറഞ്ഞ ആളുകൾക്ക് ദായിമായി അതിന് തൗഫീക്ക് കിട്ടുള്ളൂ. ആ തൗഫീക്ക് ഉള്ളവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ.
ചിലപ്പോ കുറച്ചൊക്കെ ആയിട്ട് നിസ്കരിച്ച് പിന്നെ നീക്കാൻ മടി തോന്നും, നാളെ തുടങ്ങാന്ന് തോന്നും. അങ്ങനെ നിസ്കാരം പടച്ചോനെ തഹജ്ജുദ് പോയിട്ട് സുബിയന്നെ നഷ്ടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. റബ്ബ് കാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ആയത്തിലൂടെ അള്ളാന്റെ റഹ്മത്തിന് അർഹരാകുന്ന ഇബാദിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അവര് രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ് എന്നൊരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അലൈക്കും ബിഖിയാമിൽ ലൈൽ فإنه دأب الصالحين قبلكم وإن قيام الليل قربة إلى ربكم ومنهاة عن الإثم وتكفير للسيئات ومطردة للداء عن الجسد. രാത്രിയിൽ നിസ്കാരം ഒരാൾ പതിവാക്കിയാൽ സഹോദരി ശ്രദ്ധിക്കണം. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുക. ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുന്നതിനാണ് തഹജ്ജുദ് എന്നറിയാം. ആ ഒരു സമയത്തിനും തഹജ്ജുദ് എന്നറിയും. പിന്നെ ആ പേര് ആ സമയത്തുള്ള നിസ്കാരത്തിലേക്ക് ചേർത്തതാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയാം. അലൈക്കും ബിഖിയാമിൽ ലൈൽ, ഈ രാത്രിയിലുള്ള നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും, അത് മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവാണ്, രീതിയാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, അത് നിങ്ങളെ ഇലാഹായ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതാണ്. ജല്ല ജലാലായ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതാണ് ഈ നിസ്കാരം. പിന്നെയോ സകലമാന തെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുകയും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അത് നിങ്ങൾക്ക് പ്രേരണയാകും. ചെയ്തു പോയ തെറ്റ് പുറത്തു കിട്ടാനും അത് കാരണമാവും. കേൾക്കുന്നുണ്ടോ? ഉറക്ക് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറക്ക് വരുന്നുണ്ടോ? ഒന്ന് ഉണർന്നിരിക്കുക. അള്ളാഹു എല്ലാ ഉണർവും നമുക്ക് തരട്ടെ. അള്ളാഹു സാലിഹീങ്ങളിൽ നമ്മൾ പെടുത്തി തരട്ടെ. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ആമീൻ സ്വീകരിച്ച് ഈ നല്ല ഗുണങ്ങളൊക്കെ ആയുസിന്റെ ഒരു ഭാഗമായി മാറി ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. റസൂൽ പറയാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഇത് പ്രേരകമാവും. ചെയ്ത തെറ്റ് പുറത്തു കിട്ടാനും ഇത് കാരണമാവും. പിന്നെയോ ശരീരത്തിന് പിടിപെടുന്ന രോഗങ്ങളില്ലേ, ആ രോഗങ്ങൾ ഒഴിഞ്ഞു പോകാനും ഇത് കാരണമാകുമെന്ന് മഹാനായ ഇമാം തുറുമദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് സഹോദരി നമ്മൾ ഓർക്കണം. അല്ലാഹുവേ, ആ ഗുണമുള്ളവരിൽ ഞങ്ങളെ പെടുത്തി തരണേ റബ്ബേ. ആ ഗുണങ്ങളുള്ളവരിൽ ഞങ്ങളെ പെടുത്തി തരണേ റബ്ബേ. അവര് രാപ്പാർക്കുന്നവരാണ്. ലിറബ്ബിഹിം സുജ്ജദാ, ഇലാഹായ റബ്ബിന് സുജൂദിലായി രാപ്പാർക്കുന്നവർ. സുജൂദിലായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള ഒരു കാര്യം പടച്ചോനെ വേറെന്താ ഉള്ളത്? അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഒഴിവുള്ള സമയത്ത് നല്ല റാഹത്തില് നമ്മളും അള്ളാഹും മാത്രം, വേറൊരാളും അറിയുന്നില്ല, അങ്ങനെ സുജൂദിൽ കടന്നിട്ട് അറിയുന്ന ദുആകളൊക്കെ അറബിയിൽ ദ്വാരിക്കുക, അള്ളാഹുവിലേക്ക് മനസ്സിങ്ങനെ സമർപ്പിച്ച് അങ്ങനെ കിടക്കാൻ, ഇതിന്റെ റബ്ബിന് നന്ദിയായിട്ടാണ് ഞാൻ ഈ സുജൂദ് ഇങ്ങനെ നീട്ടുന്നത്, ആ ഒരു ചിന്തയിൽ അങ്ങനെ കിടക്കാൻ എന്തോ ഒരു റാഹത്താണ് റബ്ബേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു മരണം വരെ നെറ്റിയും കാൽമുട്ടൊക്കെ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അതിന് തൗഫീക്ക് കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടല്ലോ, എത്രയോ മനുഷ്യന്മാരുണ്ട്. ഈ അടുത്ത് ഞാൻ രോഗിയെ സന്ദർശിച്ചു. അയാളിങ്ങനെ പറ്റ കിടപ്പിലൊന്നുമല്ല. അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്,
എന്റെ ആയുസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് 7 അവയവങ്ങളും നിലത്ത് വെച്ചിട്ട് റാഹത്തായിട്ട് കുറച്ചു നേരം സുജൂദിൽ കിടക്കണം. ഒന്ന് നല്ലോണം സുജൂദ് ചെയ്യാനുള്ളൊരു പൂതി എത്രയെന്നറിയോ? കൊല്ലം കുറേയായി ഞാൻ ഈ കാൽമുട്ടുകൾ നിലത്ത് വെച്ച്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ കാൽമുട്ടുകൾ നിലത്ത് വെച്ചിട്ട് മര്യാദയ്ക്ക് ഒരു സുജൂദ് ചെയ്തിട്ട് കൊല്ലങ്ങൾ കുറേയായി. ഓരോരുത്തരും ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ പൂതിയാവും. പടച്ചോനെ, മുഅ്മിനെ, നമുക്കൊക്കെ അല്ലാഹു ഇപ്പൊ തൗഫീക്ക് തന്നിട്ടില്ലേ? ഇപ്പൊ അല്ലാഹു തആല റാഹത്തായി സുജൂദ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ലേ? എന്നിട്ട് ആ ഫർളിലുള്ള ആ നിർണയിക്കപ്പെട്ട സുജൂദിന് പുറമെ കുറച്ചു നേരം സുജൂദിൽ കിടക്കാൻ നമ്മളെ കൂട്ടത്തിൽ തൗഫീക്ക് കിട്ടുന്ന എത്ര ആളുകളുണ്ട് റബ്ബേ. അല്ലാഹു ആ തൗഫീക്ക് നമുക്ക് തരട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഒരു അബ്ദ് തന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ സുജൂദ് കിടക്കുമ്പോഴാണ്. അപ്പോഴാണ് അല്ലാഹുമായി ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അബ്ദ് ഇലാഹായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടം അടിമ സുജൂദിൽ കിടക്കുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഫാക്തിറൂ ഫീഹി മിനദ് ദുആ. സുജൂദിൽ എന്ത് വേണമെന്നറിയോ? പരമാവധി ദുആ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ ദുആ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തസ്ബീഹ് വേണ്ടെന്നല്ല. തസ്ബീഹ് വേണം. റുകൂഇലും സുജൂദിലും തസ്ബീഹ് വേണം. ഒരല്പമെങ്കിലും തസ്ബീഹ്, അല്ലാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക. അതിനുശേഷം അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യന്നെ. മലയാളത്തിൽ സുജൂദിൽ ദ്വാരക്കാൻ പറ്റുമോ ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട്. മലയാളത്തിൽ ദ്വാരക്കണ്ട. അപ്പൊ അറബി ഞങ്ങൾക്ക് അറിയൂലല്ലോ, കുറെ വിഷയങ്ങൾ പഠിച്ചവനോട് പറയാനുണ്ട്, പക്ഷെ അറബിയിൽ ഇപ്പൊ ഇതെങ്ങനെ പറയാന്നറിയൂലല്ലോ. നമ്മൾ അല്ലാഹുവിനോട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുത്തുനബിയുടെ ദുആയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരാള് ദുനിയാവിലുള്ള എന്ത് ഹസനത്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഹസനത്ത് ഉദ്ദേശിച്ച് ഈ പ്രാർത്ഥന നടത്തിയാൽ, റബ്ബ് സ്വീകരിച്ചാൽ, ആ ഹസനത്ത് അല്ലാഹു അയാൾക്ക് കൊടുക്കും. കല്യാണം ശരിയാവണം എന്നാണ് ആഗ്രഹം, അല്ലെ നല്ല പെണ്ണ് കിട്ടണം എന്നാണ് ആഗ്രഹം. 25ഓളം വ്യാഖ്യാനങ്ങൾ ഈ ഹസനത്തിന് മുഫസ്സിരീങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ ഹസനത്തും ഇതിൽ പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരാൾ ഈ ആയത്ത് ഓതുമ്പോ, ഈ ദുആ നടത്തുമ്പോ എന്ത് ഹസനത്ത് കിട്ടണമെന്നാണോ അയാൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ആ ഹസനത്താണ് ഇതിന്റെ താല്പര്യം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ വെച്ച് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദര സഹോദരി, റബ്ബിനോട് തേടാമല്ലോ. ആ തേട്ടത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറെ ഓതല്ല, ഖുർആൻ ഓതുക എന്നുള്ള നിലക്കുമല്ല, കുറെ ഓതലുമല്ല സുജൂദിൽ വേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നി നുഹീതു അൻ അഖറഅൽ ഖുർആൻ ഇന്നി നുഹീതു അൻ അഖറഅൽ ഖുർആന റാകിയൻ ഔ സാജിദാ ഫഅമ്മ الركوع فعلموا فيه الرب تعالى واما السجود فاجتهدوا فيه بالدعاء. എന്താ പറഞ്ഞത്? ഇന്നി നുഹീതു, ഞാൻ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, എന്നോട് വിരോധിച്ചിട്ടുണ്ട് അൻ അഖറഅൽ ഖുർആന റാകിയൻ ഔ സാജിദ, ഈ റുകൂഇലെ സുജൂദിലൊക്കെ കുറെ ഖുർആനോത്ത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ റുകൂഇൽ അല്ലാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക. അമ്മ സുജൂദ് ഫജ്തഹിദു ഫീഹി ബിദ്ദുആ, സുജൂദിൽ കാര്യമായി ദുആയാണ് വേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പലവിധ സുജൂദുകളുണ്ട്. ഫർള് നിസ്കാരത്തിലുള്ള സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദുണ്ട്. ചില 14 ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഏത് ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്ത്, സജദയുടെ ആയത്തുകൾ. പിന്നെയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, സഹവിന്റെ സുജൂദുണ്ട്. നിസ്കാരത്തിൽ ചില സുന്നത്തുകൾ, അബ്ആൽ സുന്നത്ത് എന്ന് പറയും. 7 സുന്നത്തുകളുണ്ട്. ആ സുന്നത്ത് ഒരാൾ മറന്നുപോയി, അങ്ങനെ ഒഴിവായി പോയാൽ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്താൽ ആ സുന്നത്തിന്റെ കൂലി ഇതുകൊണ്ട് കിട്ടും. ആ മറവിയെ പരിഹരിക്കപ്പെടും. അതിന് സഹവിന്റെ സുജൂദ് എന്നറിയും. പിന്നെ ഒരു സുജൂദുണ്ട്, ശുക്രിന്റെ സുജൂദ്. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തിന് നന്ദിയായിട്ടാണ് സുജൂദ് ചെയ്യുക. അള്ളാഹു ഒരു ബലാ മുസീബത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയെങ്കിൽ അതിന് നന്ദിയായിട്ട് സുജൂദ് ചെയ്യുക. ഈ കൂട്ടത്തിൽ അങ്ങനെ ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയ എത്ര ആളുകൾ ഉണ്ടാവും? അള്ളാന്റെ നിഅമത്ത് നമ്മൾ എത്ര അനുഭവിച്ചു എന്ന് വെച്ചാൽ അതിനൊരു ഹദ്ദും പറയാൻ കഴിയില്ല, അതിനൊരു പരിധിയും പരിമിതി ഉണ്ടാവില്ല. എങ്കിൽ ഇത്രങ്ങാനും നിഅമത്ത് അല്ലാഹു നമുക്ക് ചെയ്തെന്നിട്ട്, അല്ലാഹുവേ ഇങ്ങനെയൊക്കെ ഒരു നിഅമത്ത് അനുഗ്രഹം നീ എനിക്ക് ചൊരിഞ്ഞു തന്നല്ലോ, അതിനിതാ ഞാൻ നിനക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ സുജൂദിലേക്കാണ്ട് പോയി. പിന്നെ സുജൂദിൽ നിന്നിട്ട് മടങ്ങി അത്തഹിയാത്തിന്റെ ഇരുത്തം പോലാണ്ട് ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതിനാണ് എന്ത് പറയാ? ശുക്രിന്റെ സുജൂദ്. മഹാന്മാരായ ഫുഖഹാക്കൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രബലമായൊരു സുന്നത്താണ്. ഒരാൾക്കൊരു നിഅമത്ത് കിട്ടുമ്പോ, ഒരു നിഖമത്തിൽ നിന്ന്, ഒരു അദാബിൽ നിന്ന്, ഒരു ദുരിതത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോ അതിന് നന്ദിയായിട്ട് എന്ത് ചെയ്യാ? സുജൂദ് ചെയ്യാ. പക്ഷെ നിബന്ധനകളുണ്ട്. കിബിലക്ക് മുന്നിട്ടായിരിക്കണം, അങ്ങനെ കിബിലക്ക് മുന്നിടേണ്ടതില്ല എന്നൊക്കെ ഒറ്റപ്പെട്ട അപൂർവം ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതല്ല ശരി. ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം കിബിലയിലേക്ക് മുന്നിടണം. വുളൂ നിർബന്ധാണ്, ശുദ്ധി നിർബന്ധാണ്, ഔറത്ത് മറച്ചിരിക്കണം. ഇങ്ങനെയുള്ള ശുറൂത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹു ഇന്നാലിന്റെ നിഅമത്ത് എനിക്ക് ചെയ്തു തന്നതിന് നന്ദിയായിതാ ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു, അല്ലാഹു അക്ബർ എന്ന് കൈയിട്ടിട്ട് നേരെ എന്ത് ചെയ്യാ? സുജൂദിലേക്ക് കണ്ടുപോന്നെ. എന്നിട്ട് ആ സുജൂദിൽ അള്ളാഹ്ക്ക് നന്ദി അർപ്പിക്കുക. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. ആ പരിശുദ്ധമായ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹ്ക്ക് നന്ദി അർപ്പിക്കുക. സുജൂദിലാവുന്നത് പോലെ റബ്ബിനെ വാഴ്ത്തുക. സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്.
അള്ളാനെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിക്കുക. എന്നിട്ടോ ആ സുജൂദിൽ നിന്ന് തല ഉയർത്തിയിരിക്കുക. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടുക. സഹോദര സഹോദരി, ശുക്രിന്റെ സുജൂദ് അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത് ഓർത്തിട്ട് ഒരിക്കലെങ്കിലും ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പോട്ടെ, ഇനിയെങ്കിലും. ഉറങ്ങിയാൽ ഇതുകൊണ്ട് കാര്യം കിട്ടൂലട്ടോ. ഉറങ്ങിയാൽ ഇതുകൊണ്ട് കാര്യം കിട്ടൂല. ഇതുകൊണ്ട് കാര്യം കിട്ടണം. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നതിന് നിങ്ങൾക്ക് ഫലം കിട്ടാൻ ആയുസ്സിൽ ഒരൊറ്റ തവണ നിങ്ങളൊന്ന് പോയിട്ട് അൽഹംദുലില്ലാ അള്ളാഹു ഇങ്ങനെയൊക്കെ ഒരു നിഅമത്ത് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, ഞാൻ അതിനൊന്ന് നന്ദിയായിട്ട് സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ ശുക്രിന്റെ ഒരു സുജൂദ് ചെയ്താൽ മതി. ഈ മജ്ലിസ് മുതലായി. ഈ മജ്ലിസ് മുതലായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകമായ സന്തോഷം നൽകുമ്പോ അപ്പ റസൂലുള്ളാഹി സുജൂദ് ചെയ്യുമല്ലോ. നബി ബക്കറത റളിയല്ലാഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ ജാഅഹു അംറുൻ സുറൂറുൻ ഔ ബുശ്ശിറ ബിഹി ഖറ സാജിദൻ ശാകിറൻ ലില്ലാഹ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അന്നഹു കാന ഇദാ ജാഅഹു അംറുൻ സുറൂർ, ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷകരമായ വല്ല വിവരവും കിട്ടിയാൽ, വല്ല കാര്യവും വന്നാൽ, ഔ ബുശ്ശിറ ബിഹി അല്ലെങ്കിൽ സന്തോഷവാർത്ത മുത്തുനബിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഖറ സാജിദാ സുജൂദിൽ വീഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാകിറൻ ലില്ലാഹി തആല, ഇലാഹായ റബ്ബിന് നന്ദിയായി സുജൂദിൽ കിടക്കുകയാണ്. ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടിയാൽ അപ്പ റസൂൽ എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. അപ്പ സുജൂദ് ചെയ്യും. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത്ത നുരീദുൽ മദീന. ഞങ്ങള് മക്കം ഫത്ഹ് കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ. ഫലമ്മാ കുന്നാ ഖരീബൻ മിൻ ഗസ്വറാ, ഞങ്ങൾ ഗസ്വറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, നസല മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഗസ്വറയിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. സുമ്മ റഫഅ യദൈ, എന്നിട്ട് രണ്ട് കൈകളും മുത്തുനബി ഉയർത്തുകയാണ്. ഫദഅല്ലാഹ സാ, ഒരൽപനേരം പടച്ച റബ്ബിനോടങ്ങ് ദുആ ചെയ്തു. എവിടുന്ന് എങ്ങട്ടാ പോണത്? ആരാണ് റബ്ബേ ആ ഉറങ്ങണത്? പടച്ചോനെ, എവിടുന്ന് എങ്ങട്ടാ പോണത്? മക്കയിൽ നിന്ന്. ഒന്ന് പറയാ, ഒരു പേര് പറയാൻ തന്നെ എന്തൊരു റാഹത്താ റബ്ബേ. അള്ളാഹു നമ്മളൊക്കെ മക്കയിലും മദീനയിലും എത്തിച്ചു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവെ, ആ നാട് കാണാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് നീ കാണിക്കണേ റബ്ബേ. അവിടെ ചെന്ന് ചെയ്യേണ്ട അമലുകളൊക്കെ നീ സ്വീകരിക്കുന്നതിലേക്ക് ചെയ്യാൻ തൗഫീക്ക് തരണേ അല്ലാ. തൗഫീക്ക് വേണല്ലോ, എന്നാലല്ലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ റബീഉൽ അവ്വലിൽ ഉംറക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പാസ്പോർട്ടും പൈസയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു സഹോദരി, ഈ എക്കാപ്പറമ്പുള്ള, കഴിഞ്ഞ ആഴ്ച മരിച്ചു. ആ സഹോദരിയുടെ ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, ഇവളിങ്ങനെ ആരാന്റെ അടുക്കളയിൽ ജോലി ചെയ്തിട്ട് എടുത്തുണ്ടാക്കിയ ക്യാഷാണ്. മക്ക മദീന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയും. വലിയ പൂതിയാണ്. കഴിഞ്ഞെല്ലാം പോരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പൈസ ഇട്ട് തികഞ്ഞില്ല. എന്നിട്ടും ആ വടകരാവാത്ത എവിടെയോ ഒരു പുരയിൽ പണിക്ക് പോയതാണ്. അവിടുന്നാണ് രാത്രി നട്ടപ്പാതിരക്ക് എന്തോ അസ്വസ്ഥത വന്നു. പടച്ചോനെ, മരിച്ചല്ലോ റബ്ബേ, നീ ഖബർ സ്വർഗാക്കണേ അല്ലാ. മക്കയിലും മദീനയിലും പോയി നേടേണ്ടതൊക്കെ നേടിയാൽ അവർക്ക് കിട്ടുന്ന ദറജ എത്രയാണോ ആ ദറജ നീ അവർക്ക് പരലോകത്ത് കൊടുക്കണേ റബ്ബേ.
പൂർണ്ണമായും മുത്ത് റസൂലിന്റെ ജിവാറ് നൽകണേ അല്ലാ, ശഫാഅത്ത് നൽകണേ അല്ലാ. അതാ പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു തൗഫീഖ് തന്നാലല്ലേ അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. ആ തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞങ്ങൾ പോകവേ അസുവറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹബീബായ നബി തങ്ങൾ അവിടെ ഇറങ്ങുകയാണ്. പിന്നീട് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ദുആ ചെയ്യുമ്പോ കൈ ഉയർത്തൽ സുന്നത്താണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ ഒരു സുന്നത്താണ്. അള്ളാഹിനോട് പേടിയല്ലേ. അതിലൊക്കെ ചിലർക്കൊരു മടിയാണ്. പൊക്കിയാണ്ട് അത് പൊങ്ങൂല, അണ്ടാവൂല. അതിന് മാത്രമൊക്കെ ഉണ്ടോ പടച്ചോ എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പോകുമ്പോൾ കൈ ഇങ്ങനെ വെക്കുന്ന കണ്ടാൽ അള്ളാഹുവിലേക്കല്ലാതെ പിന്നെ ആരിലേക്കാ പ്രിയപ്പെട്ടവരെ നമുക്ക് കൈ ഉയർത്താനുള്ളത്? നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാന്റെ മുമ്പിൽ എത്രയും കൈ നീട്ടാനുള്ളൊരു മനസ്സും അതിലൊരു ഇസ്സത്തും അള്ളാഹു നമുക്ക് തരട്ടെ. നിബിതങ്ങൾ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിനോട് കുറച്ചു നേരം ദുആ ചെയ്തു. ആ ദുആ അങ്ങ് കഴിഞ്ഞിട്ട് കേൾക്കണോ, സുമ്മ ഖറ സാജിദാ, നേരെ മുത്തുനബി സുജൂദിലേക്ക് വീണു. വീണു. ആ ദുആ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. സുജൂദിലേക്ക് അങ്ങ് വീണു. സുജൂദിലേക്ക് വീഴുന്നു മുഹമ്മദ് മുസ്തഫ. അല്പനേരം അങ്ങനെ സുജൂദിൽ തന്നെ. പിന്നെയും എഴുന്നേറ്റു. പിന്നീടും അല്പനേരം ദുആ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമതും സുജൂദിലേക്ക്. മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്തു. 3 വട്ടം ആകാശത്തെ കൈകൾ ഉയർത്തുന്നു. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേഗം സുജൂദിലേക്കാണ്ട് വീഴുന്നു. 3 തവണ ഇങ്ങനെ ഉണ്ടായി. ഞങ്ങൾ ഹബീബായ നബിയോട് ചോദിച്ചു, അല്ല നബിയേ, എന്താണ് ഇങ്ങനെ ഒരു സുജൂദ്? ഉടനെ വഖാല, ഹബീബ് പറഞ്ഞു, ഇന്നി സഅൽതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചതാണ്, ദുആ ചെയ്തതാണ്. വശഫഅതു ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്തതാണ്. ഫഅതാനി സുലുസ ഉമ്മത്തി, ആദ്യം ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിച്ചപ്പോ ആ ചോദിച്ചതിന്റെ 1/3 എനിക്ക് കിട്ടി. ഉമ്മത്തിന്റെ കാര്യത്തിൽ ശഫാഅത്തിനുള്ള അധികാരം കിട്ടി. അപ്പൊ ഞാൻ സന്തോഷത്തിൽ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. പിന്നെയും ചോദിച്ചു. അപ്പൊ പിന്നെയും 1/3 കിട്ടി. അപ്പോഴും ഞാൻ സുജൂദിൽ വീണു. 3 തവണ ഞാൻ ഇങ്ങനെ സുജൂദിൽ വീഴാനുള്ള കാരണം, ഫഖറത്തു സാജിദൻ ലിറബ്ബി ശുക്റാ, എൻ്റെ റബ്ബിനോടുള്ള ശുക്റിനാലാണ്, നന്ദിയാലാണ് ഞാൻ ഈ ശുക്റിന്റെ സുജൂദ് ചെയ്തതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് മക്കളെ തന്നു. മക്കൾ എന്നത് വലിയൊരു അനുഗ്രഹം. അള്ളാഹു അത് അനുഗ്രഹമാക്കി തരട്ടെ. മക്കളെ കൊണ്ട് പല മുസീബത്തിൽ പെടുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഈ വെള്ളേരിയിലുള്ളൊരു സഹോദരൻ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ വിളയിൽ റൂമിൽ ഇരിക്കുമ്പോ കുറച്ചു നേരത്തെ എനിക്ക് വിളിച്ചിരുന്നു, അവിടെ വന്നാ ഉണ്ടാവുമോ എന്ന് ചോദിച്ചോ. ഉണ്ടാവും എന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉമ്മ പറഞ്ഞതാണ്, മകപ്പ് 10-80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മാസം 1000 റുപ്യ അമ്മ ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ കൊടുത്തേക്കാറുണ്ട്. ഇപ്പൊ മുഹറം 10 ഉസ്താദ് ഒരു ചാക്കരിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനുള്ളൊരു സംഖ്യ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, ഒരു ചെറിയ സങ്കടത്തിലാണ് ഇപ്പൊ ഞങ്ങളെ കുടുംബം. പെങ്ങളുടെ മകള് ഇങ്ങനെ ഏതോ ഒരു ചങ്ങായി ആയിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെല്ലാം കൂടിയും അവളൊരു ആക്സിഡന്റ് പെട്ട് അവളെ കാലിന് ചില തകരാറുകളൊക്കെ ഉണ്ടായി. ആ ബന്ധമൊക്കെ ഒഴിവായി. ഇപ്പോൾ അവൾ തന്നെ വേറൊരുത്തനായിട്ടൊരു പ്രണയത്തിലാണ്.
അതാവട്ടെ നമ്മളെ കൗമിൽ പെട്ടതുപോലും അല്ല. പോക്ക് 10-22 വയസ്സായി, കല്യാണം വേണ്ട എന്നേ പറയുള്ളൂ. അഥവാ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവന് മതി. എന്തൊരു സങ്കട റബ്ബേ അതൊക്കെ. എന്താപ്പം മക്കളായിട്ട് വാശി പിടിച്ചാ ചെയ്യാ? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമുക്ക് തന്ന മക്കളെയൊക്കെ നമുക്കൊരു നിയമത്താക്കി തരട്ടെ. അതൊരു നിക്മത്തായി, ഒരു ടെൻഷനായി, ഒരു അസ്വസ്ഥതയായി, മനസ്സിനൊരു തിടുക്കമായി, ഒരാളോട് പറയാൻ പറ്റാത്ത നിലക്ക് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യാ അല്ലാഹ് നീ ഞങ്ങളെല്ലാവരെയും കാക്കണേ റബ്ബേ, ഞങ്ങളെ കുടുംബത്തെ കാക്കണേ റബ്ബേ. അതൊക്കെ വലിയൊരു സങ്കടല്ലേ? ഇത്രയാണ് എൻ്റെ ഒരു വിഷമം. പറയാൻ കഴിയോ? കഴിഞ്ഞ തിങ്കളാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച കൊണ്ടോട്ടി ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം, ഒരു സഹോദരി വന്നു. ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു മോളേ ഉള്ളൂ, എന്റെ ഭർത്താവ് ചെറുപ്പത്തിലെ, ആ മോളെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതാണ്. ഞാൻ ആരാന്റെ തിണ്ണ നിറങ്ങിയിട്ടാണ് ഇവളെ വളർത്തി വലുതാക്കിയത്. പോള് +2 പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സേ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാണ്. പോയിട്ട് പിന്നെ ഓള് ഒന്നില്ല, ഓള് ഏതോ ഒരുത്തന്റെ കൂടെ പോയി. അങ്ങനെ പരാതി കൊടുത്തു കൊണ്ടോട്ടി സ്റ്റേഷനിൽ. ഞങ്ങള് സ്റ്റേഷനിൽ പോയത് അവര് പറഞ്ഞു, ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ കോടതിയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓളും കോടതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ ദിവസം ഞാൻ പോയി. കൊണ്ടോട്ടി മുതൽ ഞാൻ ആ കോടതി വരെ കരഞ്ഞു. പക്ഷെ എന്റെ കണ്ണീരോള് കണ്ടില്ല. ഉസ്താദെ മോളെ ഇജിന്റെ കൂടെ വരണേന്ന് പറഞ്ഞ അവളെ കെട്ടിയായിട്ട് പിടിച്ചു. ഓളിനെ എങ്ങനെ തള്ളിയിട്ട് പറഞ്ഞു, വെച്ച് പോയിക്കോളി, ഞങ്ങളെ കൂടെ വരുന്നില്ല. ഞാൻ അന്ന് മുതൽ ഉറങ്ങിയിട്ടില്ല ഉസ്താദെ. കാരണം അല്ലേ തന്നെ ഒരുപാട് അസുഖങ്ങളാണ്. ഞാൻ ഒറ്റക്കല്ല, എന്റെ വീട്ടിൽ എങ്ങനെ എന്റെ മൂക്ക് കടന്നിട്ട് ഉറക്ക് വരുന്ന അല്ലാഹു അഅലം. പടച്ചോനെ, എന്താപ്പ നമ്മളൊക്കെ മക്കളെ അവസ്ഥ. ഏതോ ഒരുത്തനൊന്ന് ചിരിച്ചു കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊടുത്ത സ്നേഹത്തിനൊന്നും അവരൊരു വില കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ വേദന. എന്താണ് പറ്റിയ പിഴവ് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കൾ ഒരു പരീക്ഷണമായി മാറുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നല്ല ബന്ധങ്ങൾ, നല്ല ചിന്തകൾ, അള്ളാനെ പേടിച്ചുള്ള ജീവിതം, കുടുംബസ്നേഹം, എല്ലാ ഖൈറും അള്ളാഹുർക്കൊക്കെയും നൽകട്ടെ. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഈ നിയമത്തിന് നന്ദി ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഗ്രഹമായിട്ട് മാറുക. അനുഗ്രഹമായി മാറുന്നില്ല. ഇൻ ശക്കർത്തും ലഅസീദന്നകും വഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ഞാൻ ചെയ്തിരുന്ന നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിക്കണം. നന്ദി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നിഅമത്തെ ഞാൻ സന്തോഷാക്കി ഇങ്ങനെ ഏറ്റി തരും. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ അദാബിന്റെ ശക്തി കുറച്ച് സ്ട്രോങ്ങാ, ഒന്ന് മനസ്സിലാക്കിക്കോളി എന്ന് അള്ളാഹു അല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മളെ നന്ദി കാണിക്കാതിരുന്നാൽ ഒരു പക്ഷേ ഈ നിയമത്തൊക്കെ നമുക്ക് അദാബായി മാറും, അതൊരു പരീക്ഷണമായി മാറും, അതൊരു സങ്കടമായി മാറും. അള്ളാഹു കാക്കട്ടെ. കുട്ടികൾ ഉണ്ടായിട്ട് അതിനൊരു നന്ദിയായി ഒന്ന് സുജൂദ് ചെയ്യാൻ, ആ നിലക്കൊരു സുജൂദ് ചെയ്യാൻ, ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നിങ്ങൾ പറയും. നമ്മൾ വിചാരിച്ച പ്രായത്തിൽ വിചാരിച്ചതുപോലെ മക്കളെ കല്യാണമൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒക്കെ വിചാരിച്ചതുപോലെ റാഹത്തായല്ലോ. ഞാന് ഉറങ്ങുന്നതിന് മുമ്പ് അതിനായി എന്റെ റബ്ബിനൊന്നൊന്ന് സുജൂദ് ചെയ്തിട്ട് കിടക്കട്ടെ എന്ന് തോന്നിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? മോനെ നന്നായി പഠിപ്പിച്ചു, പരീക്ഷയിലൊക്കെ നല്ല വിജയം കിട്ടി, അൽഹംദുലില്ലാ സന്തോഷായി. ആ വിജയം കിട്ടിയ ആ സന്തോഷം കേട്ട സമയത്ത് അൽഹംദുലില്ലാ ഞാൻ അള്ളാഹ്ക്ക് ഒരു സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് സുജൂദ് ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആ പഠനമൊക്കെ കഴിഞ്ഞ് പരീക്ഷയിലൊക്കെ വലിയ വിജയം കിട്ടി, ഒരു ജോലിക്ക് അപേക്ഷിച്ചു, ജോലി കിട്ടി, അൽഹംദുലില്ലാ റാഹത്തായി. ആ റാഹത്തിന്റെ വാർത്ത കേൾക്കുമ്പോ ഞാനൊന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ നിസ്കാരത്തിലുള്ള സുജൂദ് എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യതയാണ്. അത് ചെയ്തിട്ടില്ലേ പടച്ചോൻ വെറുതെ വിടൂല. അതല്ല ഈ പറയുന്നത്. ഇങ്ങനെ ഒരു നിയമത്ത് നിന്റെ റബ്ബ് ചെയ്തെന്നതിന് അതിനായിട്ട് ഞാൻ അള്ളാഹ്ക്ക് ഒരു ശുക്രന്റെ സുജൂദ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ബോധത്തിൽ സുജൂദ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? മകന് ജോലി കിട്ടി, ശമ്പളം കിട്ടി, റാഹത്തായി. ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി.
അങ്ങനെ രക്ഷപ്പെടുത്തിയാൽ അങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടാവുമല്ലോ. അതായത് നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ, നമ്മൾ ആ വാഹനത്തിൽ നിന്നിറങ്ങി ഒരല്പ അപ്പുറത്തെപ്പോഴത്തേക്ക് മറ്റൊരു വാഹനം വന്നു, നമ്മളെ വാഹനത്തിന് തട്ടി, ആക്സിഡന്റ് ആയി, വലിയ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടായി. പടച്ചോനെ, ഞാൻ ഇറങ്ങിയതിന്റെ ശേഷമാണുള്ളത്. ഒരു 10 മിനിറ്റ് മുമ്പാണെങ്കിൽ ഞാനും അതിൽ പെട്ടുപോകുമല്ലോ. എന്റെ റബ്ബ് രക്ഷപ്പെടുത്തി, എന്റെ കുടുംബത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അതിനൊന്ന് സുജൂദ് ചെയ്യട്ടെ. ആ ഒരു ബോധത്തോടെ ഒന്ന് സുജൂദ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇത് മറക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് പരക്കെ കൊറോണ ഇല്ലായിരുന്നോ? എല്ലാവരും സംശയമായിരുന്നു. ഒരു ജലദോഷം വന്നാൽ സംശയം. ഏതായാലും പ്രത്യക്ഷത്തിൽ അറിവിൽ എനിക്ക് കൊറോണ ഒന്നും ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ. ഞാൻ അതിനൊരു സുജൂദ് ചെയ്യട്ടെ എന്നുള്ള ബോധത്തിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ അവസരം കിട്ടിയ ആളുകളുണ്ട്. എന്തിനെന്നറിയോ? ഒരു നിസ്കരിക്കാത്ത മനുഷ്യനെ കണ്ടാൽ പടച്ചോനെ, ഓൻ തീരെ നിസ്കരിക്കാറില്ല എന്നാണല്ലോ ഓന്റെ ബാക്കിക്കാര് പറയുന്നത്. അള്ളാഹുവെ, എന്നെ പടച്ചോൻ അങ്ങനത്തെ ഒരു അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. അതിന് പോലും ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഒരു പന്നിയെ കണ്ടാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരാളൊരു പന്നിയെ കണ്ടു, എന്നെ പടച്ചോനൊരു പന്നിയാക്കിയില്ലല്ലോ എന്ന നിലക്ക് സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യൻ മുസ്ലിമാണ്, പക്ഷെ എന്ത് ചെയ്യാറില്ല? മിണ്ടണില്ലല്ലോ റബ്ബേ. എന്ത് ചെയ്യുന്നില്ല? നിസ്കരിക്കുന്നില്ല. അല്ലാഹുവേ, നിസ്കരിക്കാത്ത മനുഷ്യൻ പന്നിയേക്കാൾ തരം താഴ്ന്നവനാണ്. എന്റെ പടച്ചോന് എനിക്ക് നിസ്കരിക്കാൻ തൗഫീഖ്, അതിന് ഞാൻ ശുക്രിന്റെ ഒരു സുജൂദ് ചെയ്യട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാ പോരാ. നിങ്ങളെ മക്കളോട് പറയണം, നിങ്ങളെ ഭർത്താവിനോട് പറയണം. ഇങ്ങനെ ഒരു നിയമത്തെ നമുക്ക് കിട്ടിയില്ലേ? ഒരാൾക്ക് 1 ലക്ഷം റുപ്യ കടം കൊടുത്തു, അത്രയും വിശ്വസിക്കാവുന്ന ആളാണ്. പക്ഷെ അയാൾ എന്തോ പൊല്ലാപ്പിൽ പെട്ടു, ആ ക്യാഷ് കിട്ടാതെ വല്ലാതെ ഇടങ്ങാറായി. പടച്ചോനെ, ആ ക്യാഷ് കൊണ്ട് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അൽഹംദുലില്ലാ അള്ളാഹിനോടൊക്കെ ദുആ ചെയ്തിരുന്നു. ഏതായാലും ആള് കൊണ്ടുവന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് 4 മാസം മുമ്പ് തരാന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പൊല്ലാപ്പിൽ പെട്ടതാണ്. പടച്ചോനെ, എന്നോട് ദേഷ്യം വിചാരിക്കരുത്, ഇതാ നിങ്ങളെ ക്യാഷ് എന്ന് പറഞ്ഞ് ഒന്ന് പറയും. മനുഷ്യന്മാരെ എന്ത് ചെയ്തു? കൊണ്ടു തന്നു. സന്തോഷം ഉണ്ടാവൂലേ? അതിനും സന്തോഷം ഉണ്ടാവൂലേ? ഉണ്ടാവുമല്ലോ. അപ്പൊ വേഗം അയാളായിട്ട് പോയാൽ wudu എടുക്കുക. എന്ത് ചെയ്യാ? അല്ലാഹുവേ, എന്റെ റബ്ബിനിതാ ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു. അല്ലാഹു അക്ബർ, സുജൂദ് പോവുക. ഇതന്നെ പറഞ്ഞത്. ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇത് മുത്തുനബിയുടെ രീതിയാണ്, ഇത് സ്വഹാബത്തിന്റെ രീതിയാണ്. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പോയില്ല, വേറെ 2 സഹാബിമാര് പോയില്ല. ദീർഘമായ ചരിത്രമാണ്, ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. അതിൽ മുത്ത് റസൂൽ, അള്ളാന്റെ റസൂൽ സഹാബികളോട് വിവരം അറിയിച്ചു, ഇനി ആരും അദ്ദേഹത്തോട് മിണ്ടണ്ട. അവരുടെ വിഷയത്തിൽ ആയത്ത് പോലെ ഇറങ്ങി, അവരായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ. 50 ദിവസം പിന്നെ ഇവരോടൊരു മൈൻഡും ഇല്ല. സലാം പറഞ്ഞാൽ പോലും ഇവര് സലാം പറഞ്ഞ സലാം അടക്കൂല. കഅബ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു പോയി, കുറച്ചൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഈ ഭൂമി ഇത്രയും വിശാലത ഉണ്ടെങ്കിലും ഒക്കെ കുടുസായി എനിക്ക് തോന്നി. ഞാൻ മെല്ലെ അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് നിൽക്കും, നബി എന്നെ നോക്കുന്നുണ്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഒന്നിനോട് ചിരിക്കോ, ഒന്ന് സലാം പറയോ, ആഗ്രഹിച്ചെന്ന് നിൽക്കും. പക്ഷേ ഒരു ബന്ധമില്ല, ആരും ബന്ധമില്ലാതായി. അവസാനം എന്റെ വിഷയത്തിൽ ആയത്തിറങ്ങി, അഫ്വ് കൊടുക്കാൻ ആയത്ത് വന്നു. ആ വിവരം മുത്തുനബി എന്നെ അറിയിച്ചപ്പോൾ ഫഖറർതു സാജിദാ ശുക്റൻ ലിറബ്ബി, എന്റെ റബ്ബിന് ശുക്റായി, ഇലാഹായ റബ്ബിന്റെ മുന്നിൽ ഞാനങ്ങ് സുജൂദിൽ വീണു എന്ന് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരാ, സഹോദരി, ഒരു ബോധം നമുക്കുണ്ടാവണം. അല്ലാഹുക്ക് 7 അവയവങ്ങളും നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് ചെറിയ സംഗതിയല്ല. പക്ഷെ ആ സുജൂദ് ശരിയായ രൂപത്തിലാവണം കേട്ടോ. പലർക്കും ഗഫലത്ത് പറ്റാറുണ്ട്. നെറ്റി കൃത്യമായി നിലത്ത് തട്ടണം. നമ്മുടെ മുടിയുടെ മേലിലോ മൊക്കനയുടെ മേലിലോ ആണ് സുജൂദെങ്കിൽ ആ സുജൂദ് സഹീഹാവോ?
ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅളായ്, 7 അവയവത്തിന്റെ മേൽ സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഖൈറിലേക്ക് നീട്ടുന്ന കരങ്ങൾക്കൊക്കെ ശക്തി പകരണേ റബ്ബേ. ഈ നന്മയിലേക്കൊക്കെ ചെലവഴിക്കാൻ ഒരു തൗഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അതും ഒരു സൗഭാഗ്യമാണ്. ഇതൊക്കെ ആഖിറത്തിലേക്കുള്ളൊരു നിക്ഷേപമാണ് റബ്ബേ. ദുനിയാവിന് വേണ്ടി കുറെ ഞങ്ങൾ ചെലവാക്കുന്നുണ്ട്, ആഖിറത്തിന് വേണ്ടി ചെലവാക്കാനും തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ടൊക്കെ എല്ലാ രക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅളായ്, 7 അവയവത്തിന്റെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നെറ്റി മറയില്ലാതെ നിലത്ത് തട്ടണം, ആ കാര്യം ശ്രദ്ധിക്കണം. ചില ആളുകൾ സുജൂദിൽ പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, കാലാണ്ട് പൊക്കി വെക്കും. കാലിന്റെ വിരലുകളുടെ പള്ള നിലത്ത് കുത്തിയാലല്ലേ സുജൂദ് സഹീഹാവുള്ളൂ. അതിന്റെ പുറടി ഭാഗം, ആ നഖത്തിന്റെ ഭാഗം നിലത്ത് വെച്ചാ മതിയോ? പോരാ. ആ വിരല് കാലിങ്ങനെ ഉയർത്തി പിടിച്ചാ മതിയോ? പോരാ. സുജൂദ് സയ്യാവൂല. കാലിന്റെ വിരലുകളുടെ പള്ള നിലത്ത് തട്ടിക്കണം, നിർബന്ധാണ്. അല്ലെങ്കിൽ സുജൂദ് സയ്യാവൂല. അള്ളാഹു അതൊക്കെ ശ്രദ്ധിക്കാൻ തൗഫീക്ക് തരട്ടെ. പിന്നെ ചില ആളുകള് ഈ കൈമുട്ടുകൾ എന്ത് ചെയ്യുന്നറിയോ, കൈമുട്ടുകൾ നിലത്തിങ്ങനെ ചേർത്തി വെക്കും സുജൂദിൽ. കയ്യിന്റെ ഈ പള്ള, മുൻകൈയിന്റെ പള്ള ഇങ്ങനെ നിലത്ത് വെക്കുന്നത് പോലെ മുട്ടും കൈ എന്ത് ചെയ്യാ, നിലത്ത് വെക്കുക. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നായകൾ കിടക്കും പ്രകാരം ഒന്നായിട്ട് മുട്ടും കൂടെ ഭൂമിയോട്, പായയോട്, മുസല്ലയോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ സുജൂദിൽ കിടക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് ഉയർത്തി വെക്കണം. എന്നാൽ സ്ത്രീകൾക്ക് ശരീരത്തിലേക്ക് ചേർത്ത് വെക്കലും ആണുങ്ങൾക്ക് വിടർത്തി വെക്കലുമാണ് സുന്നത്ത്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം നമുക്കതിന് ലഭിക്കുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ കബൂലാക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ സുജൂദ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുന്നത്. യഥാർത്ഥ അടിമകളുടെ, അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരാകുന്ന അടിമകളുടെ അടയാളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരികയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ആരാണ് ഇബാദുർ റഹ്മാൻ? വല്ലദീന യബീതൂന, രാപ്പാർക്കുന്നവരാണ്, ലിറബ്ബിഹിം, അല്ലാഹുക്ക്, സുജ്ജദൻ വഖിയാമാ, സുജൂദിലും ഖിയാമിലും ഒക്കെയായിട്ട്. സുജൂദിലും ഖിയാമിലും നമസ്കാരം. റസൂലുള്ളാഹിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബീബിന്റെ കാലാകെ നീര് വന്ന് വീർക്കുമായിരുന്നു. ഏറെ പ്രയാസപ്പെട്ടാണ് പുണ്യ റസൂലിന്റെ നിസ്കാരം. നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ടാണ് നീര് വന്ന് കാല് വീർത്ത് കെട്ടുന്നത്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങൾ ചെയ്തു പോയ ദോഷങ്ങൾ ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതും എല്ലാം അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തന്നതല്ലയോ? പിന്നെയും എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദീർഘനേരം ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഉടനെ ഫഖാല, ഹബീബിന്റെ ചോദ്യമായിഷോ, അഫലാകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷോ? അല്ലാഹു ചെയ്തുന്ന നിഅമത്തത്രേ, അതിന് നന്ദി കാണിക്കണ്ടേ ആയിഷോ എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള മറുപടി. നമുക്കൊരു പാടാണ്. പടച്ചോനെ, നേരത്തിന് ഖളാ ആവാതെ നിസ്കരിക്കാനും
തഹജ്ജുദ് പോലെ പ്രധാനപ്പെട്ട മുഅ്മിനീങ്ങളുടെ അടയാളമായ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും ഞങ്ങളിൽ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. എല്ലാ സന്തോഷവും ഖൈറും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ മങ്കൂസ് മൗലീദിലെ ആദ്യത്തെ ബൈത്ത് നമുക്കൊന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസിനെ ഉൾപ്പെടുത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة والحبيب العربي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة إننا نرجو إلى كسي حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة صلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة والسلام على الرسول والحبيب العربي അല്ലാഹു ഈ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഹബീബായ നബിയെ മദ്ഹ് ചെയ്തത് അല്ലാഹു കബൂലാക്കട്ടെ. ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്യാം.